ആദ്യം ചെയ്ത ഒരു കാര്യമാണ് അസിമിലേഷൻ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഉൾച്ചേർക്കലിൻ്റെ സ്വഭാവം അവരുടെ ഇടയിലുണ്ടായിരുന്നു. തകർന്ന ഭാഗം പുനർനിർമ്മിക്കാൻ വേണ്ടി സാമൂതിരി രാജാവാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് നൽകിയും മറ്റൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അന്നത്തെ ആ ഒരു പള്ളി പുനർനിർമ്മിക്കുന്നത്. ഇക്കാലത്ത് ആ കുളം മാനാഞ്ചിറ കുളം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. അത് തന്നെയാണല്ലോ ഖുർആന്റെ പ്രഖ്യാപനം, ദീനില് ഒരു നിർബന്ധിപ്പിക്കലില്ല എന്നുള്ള ഖുർആന്റെ പ്രഖ്യാപനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമുക്കറിയാം, കേരളം എന്നതൊരു മതേതരത്വ രാജ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു നാടാണ്. കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രദേശങ്ങളും അതിൻ്റെ ജനങ്ങളുടെ ഒത്തൊരുമയൊക്കെയാണ് കേരളത്തിനെ എന്നും വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൻ്റെ ഓരോ ഭാഗത്തും വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ജനങ്ങളുടെ ഒത്തൊരുമ, മതേതരത്വ ബോധം, ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ ആ ഒരു ബോധത്തെ എപ്പോഴും കേരളത്തിൽ വാഴ്ത്തപ്പെടുന്ന ഒന്നാണ്. നമ്മുടെ പ്രളയകാലത്തും കോവിഡ് കാലത്തുമൊക്കെ നമ്മളതിനെ വാനോളം പുകഴ്ത്തിയതുമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മതേതരത്വ ബോധത്തിൽ ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാം ഉണ്ടാക്കിയിട്ടുള്ള വല്ലാത്തൊരു സ്വാധീനമുണ്ട്. ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്ക് അവിടെ വേരൂന്നാനുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഇതിലേക്കൊക്കെ എത്തുന്നത് ഇസ്ലാം രണ്ട് വിഭാഗങ്ങളായിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഒന്ന് മഹ്ദൂമുമാർ വഴിയും മറ്റൊന്ന് സയ്യിദുമാർ വഴിയാണ്. സയ്യിദുമാർ എന്ന് പറയുന്നത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുടുംബ പരമ്പരയാണല്ലോ. അപ്പോൾ മഹ്ദൂമുമാർ കേരളത്തിലേക്ക് കച്ചവട സംഘത്തോടൊപ്പമാണ് പല മതപണ്ഡിതന്മാരും കേരളത്തിലേക്ക് എത്തിയത് നമ്മൾ സ്മരിക്കാതിരിക്കേണ്ടതാണ്. അപ്പോൾ കേരളത്തിലേക്ക് മഹ്ദൂമുമാരെത്തുകയും അവർ പൊന്നാനി കേന്ദ്രമാക്കി അല്ലെങ്കിൽ അതുപോലുള്ള പ്രദേശങ്ങൾ കേന്ദ്രമാക്കി ഇസ്ലാമിൻ്റെ വ്യാപനത്തിന് ആവശ്യമായ പ്രബോധനങ്ങൾ നടത്തുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വല്ലാത്തൊരു സ്വാധീനം ചെലുത്തിയിട്ടുള്ള വിഭാഗമാണ് സയ്യിദുമാർ എന്നുള്ളത്. സയ്യിദുമാർ ഏകദേശം 16-ാം നൂറ്റാണ്ടോടെയാണെന്ന് തോന്നുന്നു ഇന്ത്യ കേരളം പ്രദേശങ്ങളിലേക്ക് എത്തുന്നത്. 16-ാം നൂറ്റാണ്ടോടെയാണ് ഗുജറാത്ത് പോലുള്ള ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിലേക്ക് കപ്പൽ വഴി സയ്യിദുമാരെത്തുന്നത്. ബുഖാറയിൽ നിന്ന് ബുഖാരി സാദാത്തുക്കളും ഹദറമൂത്തിൽ നിന്ന് ഹദറമി സാദാത്തുക്കളും ഒക്കെ എത്തുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടോടെയാണ് കേരളത്തിൽ സയ്യിദുമാർ വ്യാപിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനം ഉണ്ടാക്കിയെന്ന് നമ്മൾ എക്കാലത്തും വിശേഷിപ്പിക്കുന്നതാണ് ഹദറമി സാദാത്തുക്കൾ. യമനിലെ ഹദറമൂത്ത് ഭാഗത്ത് നിന്ന് എത്തിയിട്ടുള്ള സാദാത്തുക്കൾ. അവരിൽ നിന്ന് ബാലവി കുടുംബവും മറ്റു ജിഫ്രി കുടുംബവും ഒക്കെ പ്രശസ്തമായതാണ്. നമുക്ക് ഈ ഹദറമി കുടുംബത്തിലൂടെ ഒന്നിങ്ങനെ കടന്നു പോകാൻ തോന്നുന്നു. ഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ള ഒരു രാജ്യത്ത് നിന്നാണ് ഒരു ബഹുസ്വര പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്ന് പറയാം, ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് ഹദറമി സാദാത്തുകൾ വരുന്നത്. അപ്പോൾ തീർച്ചയായും അവർക്ക് ഒരു ആശങ്ക ഉണ്ടാകും. ഒരു മുസ്ലിം രാജ്യത്ത് നിന്ന് ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത്, ബഹുസ്വര സമൂഹം എന്ന് പറയുമ്പോൾ ഇവിടെ മുസ്ലിങ്ങളുണ്ടാകും, ഹിന്ദുക്കളുണ്ടാകും, ക്രിസ്ത്യാനികളുണ്ടാകും, അങ്ങനെ പല ജാതികളും ഉൾക്കൊള്ളുന്ന ഈ ഒരു സമൂഹത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പല ആശങ്കകളും നേരിടേണ്ടി വരും. മാത്രമല്ല, യമൻ എന്നുള്ളത് നമുക്കറിയാം ഒരു പണ്ഡിതന്മാരുടെ നാടായിട്ട് വരെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്. തീർച്ചയായും ഇസ്ലാമിൻ്റെ ആശയങ്ങൾക്ക് അത്രയും വേരൂന്നിയ ഒരു സ്ഥലത്ത് നിന്നാണ് ഇസ്ലാമിനെ കേട്ടുകേൾവി മാത്രമുള്ളൊരു നാട്ടിലേക്ക് തങ്ങന്മാരെത്തുന്നത്. അതെ, അപ്പോൾ അവരെ പ്രബോധനം എങ്ങനെ കാഴ്ചവെക്കണം, എങ്ങനെ അവരോട് ഒത്താശ ചെയ്ത് പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നതിൽ അവർ കൂടുതൽ ആശങ്കയുണ്ടാകും. പക്ഷേ ഈ യമനി സാദാത്തുകൾ, ഹദറമി സാദാത്തുകൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർ ആദ്യം ചെയ്ത ഒരു കാര്യമാണ് അസിമിലേഷൻ പ്രോസസ്സ് എന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഉൾച്ചേർക്കലിൻ്റെ സ്വഭാവം അവരുടെ ഇടയിലുണ്ടായിരുന്നു. അതായത് അവർ ഈ കേരളത്തിൽ വന്നപ്പോൾ അവരുടെ വസ്ത്രമാവട്ടെ അതല്ലെങ്കിൽ അവരുടെ ഫുഡാവട്ടെ ഏത് കാര്യവും അവർ കേരളക്കാരോട് യോജിച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. അത് എല്ലാ ദായികളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ഈ ഹദറമി സാദാത്തുകൾ നമുക്ക് തന്ന ഒരു മാതൃക കൂടിയാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ അവർ അവിടെയുള്ള വസ്ത്രധാരണകളോ അവിടെയുള്ള ഭക്ഷണങ്ങളോട് അത്ര താല്പര്യം ഉണ്ടാവുകയില്ല. പക്ഷേ ഈ ഹദറമി സാദാത്തുകൾ നമുക്ക് ചെയ്തു തന്ന ഒരു മാതൃകയാണ്. നാം ഒരു സമുദായത്തിലേക്ക് പോയാൽ അവിടെയുള്ള ഭക്ഷണത്തോടും അവിടെയുള്ള വസ്ത്രത്തോടൊക്കെ നാം പൊരുത്തപ്പെട്ട് ജീവിക്കണം എന്നുള്ളത്. ഈ ഹദറമി സാദാത്തുകൾ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു ചരക്ക് കപ്പലിലാണല്ലോ വന്നത്. അപ്പോൾ അവർ നേരെ പോയത് സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്കാണ്. ഹദറമൗത്തിൽ നിന്ന് ധാരാളം സയ്യിദുമാർ നമ്മുടെ കേരളക്കരയിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സയ്യിദാണ് സയ്യിദ് ജിഫ്രി തങ്ങൾ. അവരാണ് ഹദറമി സാദാത്തുകളിൽ നിന്ന് വന്ന പ്രഥമ സയ്യിദ് എന്നറിയപ്പെടുന്നത്. അതെ, സയ്യിദ് ഷെയ്ഖ് ജിഫ്രി കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിലെ അന്നത്തെ രാജാവായിരുന്ന സാമൂതിരി രാജാക്കന്മാരെ കുറിച്ചുള്ള അവരുടെ മറ്റു ഇതര മതസ്ഥരോടുള്ള
അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവവും അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ലൊരു പ്രതീക്ഷയും വെച്ചാണ് സയ്യിദ് ഷെയ്ഖ് ജിഫ്രി കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ മുസ്ലിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളിലെല്ലാം കാളിമാർ വഴി സാമൂതിരി രാജാവ് പരിഹാരം കാണുന്നുണ്ട്. അതുപോലെ ജുമക്ക് വരാത്ത മുസ്ലിങ്ങൾ ഈ സാമൂതിരിമാർ അവരുടെ ഭരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പേ ഈടാക്കുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ കേരളത്തിൽ കാലുകുത്തുന്നവരെ ഹൈന്ദവരും മുസ്ലിങ്ങളും തമ്മിൽ വലിയ രൂപത്തിലുള്ള സഹവർത്തിത്വത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി വരുന്ന വയസ്സ് ഓർമ്മിക്കണം. അവർ 20ാമത്തെ വയസ്സിലാണ് ഈ മലബാറിലേക്ക് വരുന്നത്. ഏകദേശം നമ്മളൊരു ഏജിലാണ് ഇവർ മലബാറിലേക്ക് വരുന്നത്. കേരളത്തിൽ ഇസ്ലാം വ്യാപിക്കുക എന്ന ലക്ഷ്യത്തോടെ തൻ്റെ യൗവനത്ത് തന്നെ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. ഇസ്ലാം എന്നൊരു ആശയത്തെ, ഇസ്ലാം എന്നൊരു മതത്തെ ലോകമാകമാനം വ്യാപിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യമാണ് അവരൊക്കെ ഒരു ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അവർ 6 പതിറ്റാണ്ടോളം ഈ കേരളത്തിൽ താമസിച്ചു എന്നുള്ളതാണ്. ഈ 6 പതിറ്റാണ്ട് കാലം ഈ കേരളത്തിൽ താമസിച്ച് ഈ കേരളത്തിൽ ഇസ്ലാമികപരമായ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഈ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി വന്ന് 9 വർഷത്തിന് ശേഷമാണ് സയ്യിദ് ഹസൻ ജിഫ്രി വരുന്നത്. ഈ സയ്യിദ് ഹസൻ ജിഫ്രി വഫാത്തായ ശേഷമാണ് മമ്പുറം സയ്യിദ് അലവി തങ്ങൾ വരുന്നത്. മമ്പുറം സയ്യിദ് അലവി തങ്ങൾ കല്യാണം കഴിക്കുന്നത് സയ്യിദ് ഹസൻ ജിഫ്രിയുടെ മകൾ ഫാത്തിമ ബീവിയെയാണ്. അവരൊക്കെ കേരളത്തിലേക്ക് വരുന്നൊരു സാഹചര്യം നമ്മൾ നോക്കണം. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്ത് നിന്ന് ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് വരുമ്പോൾ അവർക്കൊക്കെ ഈ ലക്ഷ്യം, ഇസ്ലാം എന്നൊരു ലക്ഷ്യത്തെ വ്യാപിക്കാനുള്ളൊരു ഇതോടെ വരുമ്പോൾ ഇവിടെയുള്ള സമൂഹത്തോടെ ഒരു പെട്ടെന്ന് എഴുതി ചേരുന്നുണ്ട്. ഒരു ഇവിടെ നിന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ നോക്കി പഠിച്ച് ഇവിടുത്തെ ആളുകളോട് സംവദിച്ച് ഇവിടുത്തെ ആളുകളോടൊപ്പം ഉണ്ട് ഉറങ്ങി അവരുടെ കൂടെ ജീവിച്ചുകൊണ്ടാണ് നമ്മളെ കേരളത്തിലൊക്കെ ഇസ്ലാമിനെ വ്യാപിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ഒരു ബഹുസ്വര സമൂഹത്തിലുള്ള അവരുടെ ഇടപെടൽ എന്ന് പറയുന്നത് കേരളത്തിന്റെ വർത്തമാന കാലത്തും പിന്നീട് ഭാവിയിലേക്കൊക്കെ വലിയ മുതൽക്കൂട്ടായിട്ട് മാറിയിട്ടുണ്ട്. സയ്യിദ് ഹസൻ ജിഫ്രി, സയ്യിദ് ഷെയ്ഖ് ജിഫ്രി അവർ സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവുകയും അവിടെയുള്ള മാനവിക്രമൻ സാമൂതിരി അദ്ദേഹത്തിനോട് കൽപ്പിക്കുകയുണ്ടായി, നിങ്ങൾ കോഴിക്കോട് താമസിക്കണം. അപ്പോൾ സയ്യിദ് ഷെയ്ഖ് ജിഫ്രി പറയുന്നുണ്ട്, എനിക്ക് കോഴിക്കോട് താമസിക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്. കോഴിക്കോട് ഞാൻ താമസിക്കണമെങ്കിൽ എനിക്ക് റബ്ബർ മറവ് ചെയ്യാനുള്ള ഒരു ഭൂമി നിങ്ങൾ പൂർണ്ണ അവകാശത്തോട് കൊടുക്കുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് മാനവിക്രമൻ സാമൂതിരി തൻ്റെ മാളിയേറ്റൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീടും തൊട്ടടുത്തുള്ള ചെറിയൊരു പറമ്പും ഷെയ്ഖ് ജിഫ്രിക്ക് നൽകുന്നുണ്ട്. അതൊക്കെ ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു മാനവിക്രമൻ സാമൂതിരി രാജാവ് ഒരു മുസ്ലിമായ ഷെയ്ഖ് ജിഫ്രിക്ക് വിട്ടുകൊടുക്കുകയാണ്. അതുപോലെ തന്നെയാണ് സാമൂതിരി രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ നോക്കുമ്പോൾ കൂടുതലായി കാണാൻ നമുക്ക് ഈ സൗഹാർദ്ദത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ചരിത്രങ്ങളാണ്. നമ്മുടെ മിഷ്കാൽ പള്ളി നമുക്കെല്ലാവർക്കും അറിയാം. കോഴിക്കോട് പ്രശസ്തമായ മിഷ്കാൽ പള്ളിയുടെ ചരിത്രം നോക്കുമ്പോൾ പോർച്ചുഗീസുകാർ കേരളത്തിലേക്ക് വന്നതിന് ശേഷം, പോർച്ചുഗീസുകാർ 14ാം നൂറ്റാണ്ടോടെയാണ് പോർച്ചുഗീസ് എത്തുന്നത്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട അൽമേഡ എന്ന ആളും അദ്ദേഹത്തിൻ്റെ ആളുകൾ കൂടി മിഷ്കാൽ പള്ളി കത്തിക്കുന്നുണ്ട്, അത് ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ തകർന്ന ഭാഗം പുനർനിർമ്മിക്കാൻ വേണ്ടി സാമൂതിരി രാജാവാണ് ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ എടുത്തുകൊണ്ട് നൽകിയും മറ്റൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ട് അന്നത്തെ ആ ഒരു പള്ളി പുനർനിർമ്മിക്കുന്നത്. ആ പള്ളിയുടെ ഒരു പ്രത്യേകത നമ്മൾ ഇന്നും പോയി നോക്കിയാൽ കാണാം. ഒരു പഴയ നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ നമുക്കതിൽ കാണാൻ പറ്റും. ഒരു വാസ്തുവിദ്യ ശൈലി നമുക്കതിൽ കാണാൻ പറ്റും. അതിലൊക്കെ പണിയെടുത്തത് ഇവർ മുസ്ലിങ്ങൾ മാത്രമല്ല എന്നാണ് ഒരു നമ്മുടെ സാഹോദര്യത്തിൻ്റെ ആ ഒരു ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതായത് ബഹുസ്വര സമൂഹത്തിൽ ഒരു പള്ളി ഉണ്ടാക്കുന്നത് പോലും മറ്റു മതക്കാരുടെയും മറ്റു ആളുകളുടെയൊക്കെ ഹെൽപ്പോടെ കൂടെയാണെന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു മനസ്സിനെ കുളിരണിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അത് നമ്മുടെ ഇന്നത്തെ ചരിത്രത്തിൽ, ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അന്നത്തെ ആളുകളുടെ ആ ഒരു സാഹോദര്യത്തെ നമുക്ക് എന്നും പുകഴ്ത്തി പറയേണ്ടതുണ്ട്. മാത്രമല്ല സാമൂതിരി രാജാവ് പോലുള്ള ഒരു ഹൈന്ദവരായിട്ടുള്ള രാജവംശം ഇത്രത്തോളം മുസ്ലിങ്ങളായിട്ടുള്ള ഈ കച്ചവടക്കാർക്കും തങ്ങന്മാർക്കൊക്കെ ഇത്ര സൗകര്യം ചെയ്തു കൊടുക്കാനൊരു കാരണം കൂടെ ഉണ്ട്. തങ്ങന്മാർ പോലെ അവരെ അറബിയിൽ നിൽക്കുന്ന നമ്മുടെ അറബികളും നമ്മുടെ തങ്ങന്മാരും പണ്ഡിതന്മാരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് അവർ കച്ചവടം നടത്തുമ്പോൾ ആ കച്ചവടത്തിലുള്ള അവരുടെ സത്യസന്ധത, അവരുടെ ഇവിടെ നടക്കുമ്പോഴുള്ള അവരുടെ പെരുമാറ്റവും അവരുടെ ചട്ടമൊക്കെ വല്ലാത്ത രീതിയിൽ മറ്റു മതസ്ഥരെ സ്വാധീനിക്കുന്നുണ്ട്. സത്യസന്ധതയും അവരുടെ കാരുണ്യവും ഒക്കെ അത് ഹൈന്ദവരെ പോലെ ഉള്ള ഒരു മതക്കാർക്ക് പോലും അത് വലിയ മാതൃകയായി തീരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാവിധ മനുഷ്യരുടെയും ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരുടെയും ഒരു അഭയകേന്ദ്രമായിരുന്നു തങ്ങളവറുകൾ. ഒരുപാട് പാവപ്പെട്ട അവശത അനുഭവിക്കുന്ന ആളുകൾ തങ്ങളുടെ അടുക്കലേക്ക് വരികയും
എല്ലാവരുടെയും പ്രശ്നങ്ങളെ തങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ട് അതിനൊക്കെ പരിഹാരം പറഞ്ഞു കൊടുക്കുകയും ആവശ്യമുള്ളവർക്ക് അളവറ്റ പണം സംഭാവന ചെയ്യുകയും അവസാന ഭക്ഷണം കഴിപ്പിച്ചായിരുന്നു തങ്ങളെല്ലാവരെയും യാത്രയാക്കിയിരുന്നത്. അതുപോലെ തന്നെ ഹൈന്ദവരായ ആളുകളുടെ കല്യാണ നിശ്ചയങ്ങളിൽ തങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖ്യ കാര്യസ്ഥൻ എന്ന് പറയുന്നത് ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട കോന്തുനായർ എന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു കോന്തുനായർ മമ്പൂറം തങ്ങളുടെ മുഖ്യ സുഹൃത്തുക്കൂടിയായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സമയത്ത് മഹാനവറുകൾ രചിച്ച സൈഫുൽ ബത്താർ എന്ന ഗ്രന്ഥം എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി കോന്തുനായരുടെ കയ്യിലാണ് മഹാനവറുകൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളമാണ് ഒരു ഹൈന്ദവനോട് തങ്ങൾ കാണിക്കുന്ന സാമീപ്യം. അതുപോലെ തന്നെയാണ് നമ്മുടെ തങ്ങൾ സംഘടിപ്പിച്ച പോലെ തന്നെയാണ് അപ്പുറത്ത് മഖ്ദൂമുമാരും മറ്റുള്ളവരെ സംഘടിപ്പിച്ച് യുദ്ധത്തിന്റെ ആഹ്വാനമൊക്കെ നടത്തുന്നുണ്ട്. തങ്ങൾ ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും ഒക്കെ ഒരുപോലെ സംഘടിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധത്തിനുള്ള ആഹ്വാനം നടത്തുന്നുണ്ട്. കാരണം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം കേരളത്തിൽ അത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നമുക്കറിയാം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാപ്പിള ലഹള പോലെ ഒന്നുണ്ടായത്. അതിനെ അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ മലബാർ സ്പെഷ്യൽ പോലീസ് വരെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർത്തി പറയേണ്ട ഒന്നാണ് നമ്മുടെ ടിപ്പു സുൽത്താൻ കേരളത്തിലേക്ക് വരുന്ന ആ ഒരു സംഭവം വരുന്നത്. സാമൂതിരി രാജാവ് ടിപ്പു സുൽത്താൻ്റെ അടുത്തേക്ക് കാണാൻ വരുന്നുണ്ട്. ആ സമയത്ത് സാമൂതിരി രാജാവിൻ മമ്പൂറം തങ്ങളെ പറ്റി പറയുകയും ഷെയ്ഖ് ജിഫ്രി തങ്ങളെ പറ്റി പറയുന്ന സമയത്ത് അവരെ കാണാൻ ടിപ്പു സുൽത്താന് വളരെ ആഗ്രഹമുണ്ടായി. അങ്ങനെ ടിപ്പു സുൽത്താന് ജിഫ്രി ഹൗസിലേക്ക് പോകുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ ടിപ്പു സുൽത്താൻ ഷെയ്ഖ് ജിഫ്രിയെ കാണുകയും ഷെയ്ഖ് ജിഫ്രിയോട് കാര്യങ്ങൾ സംസാരിക്കുകയും ഭാവി തലമുറയെപ്പറ്റി സംസാരിക്കുകയും ഇസ്ലാമിൻ്റെ വ്യാപനം എങ്ങനെ ഇവിടെ നടക്കുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അവസാനം ഷെയ്ഖ് ജിഫ്രിയുടെ ഇത്തരത്തിലുള്ള ഈ സ്വഭാവം മഹിമയായിട്ട് കാണുമ്പോൾ ടിപ്പു സുൽത്താൻ എന്തെങ്കിലും ഒരു സമ്മാനം നൽകണമെന്നുണ്ടായി. പഴയ രാജാക്കന്മാരുടെ ഒരു രീതി കൂടെയാണത്. തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നല്ലൊരു സമ്മാനം നൽകുക എന്നുള്ളത്. പക്ഷേ ഷെയ്ഖ് ജിഫ്രി ഇതൊന്നും സ്വീകരിക്കുന്നില്ല. മഹാനവറുകൾ ആ ഒരു ആത്മീയമായ സരണിയിലൂടെ അങ്ങനെ പോവുകയാണ്. മഹാനവറുകൾ സമ്മാനങ്ങളും പാരിതോഷികളും അങ്ങനെ ഒന്നും സ്വീകരിക്കാറില്ല. ഇനി കിട്ടിയാൽ തന്നെ അത് പാവങ്ങൾക്ക് സ്വതന്ത്ര ചെയ്യുന്ന രീതിയാണ്. പാവങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല, ഹൈന്ദവർക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാവർക്കും നൽകുന്ന ഒരു ശീലമാണ് ഷെയ്ഖ് ജിഫ്രിക്കുണ്ടായത്. ഈ ഒരു പരമ്പര തന്നെയാണ് മമ്പൂറം തങ്ങൾക്കും ഉണ്ടാവുന്നത്. അങ്ങനെ നിർബന്ധിച്ചപ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്നല്ലോ എന്ന രീതിയിൽ ടിപ്പു സുൽത്താന് ഒന്നുകൂടി ചോദിച്ചപ്പോൾ ഷെയ്ഖ് ജിഫ്രി പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ കോഴിക്കോടുകാർക്ക് ശുദ്ധജലം കുടിക്കാൻ വേണ്ടി ഒരു കുളം നിർമ്മിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഷെയ്ഖ് ജിഫ്രി പറയുന്നത് ഞാൻ മനസ്സിലാക്കണം, അവരുടെ അടിസ്ഥാന ആവശ്യമാണ്, അതായത് വെള്ളം മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യമാണ്. ആ കാലത്ത് ശുദ്ധജലം ലഭ്യത വളരെ കുറവായിരുന്നു. ഒന്ന് കോഴിക്കോട് എന്നുള്ളത് കടലോര പ്രദേശം കൂടി ആയതുകൊണ്ട് കടലിൻ്റെ ഭാഗത്ത് താമസിക്കുന്നവർക്കൊന്നും ഉപ്പുജലമാണ് ലഭിക്കുന്നത്, ശുദ്ധജലം ലഭിക്കുന്നില്ല. അപ്പോൾ ഒരു സാമൂഹിക കാര്യം എടുത്തുകൊണ്ടും കൂടിയാണ് തങ്ങൾ ഒരു ശുദ്ധജല കുളം അവിടെ നിർമ്മിക്കാൻ വേണ്ടി പറയുന്നത്. നമുക്ക് പിൽക്കാലത്ത് ആ കുളം മാനാഞ്ചിറ കുളം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ഇന്നും ആ കുളം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മതേതരത്തിൻ്റെ ഒരു ബഹുസ്വര സമൂഹത്തിൻ്റെ അടയാളമായിട്ട് അത് നിലനിൽക്കുകയാണ്. മാത്രമല്ല നമ്മുടെ തങ്ങന്മാരുടെ ഈ ഒരു പരമ്പര എന്നത് അവർ ഹദർമൗത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തുകയും ഇവിടെ വന്ന് ദഅവത്ത് നടത്തുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സാമൂഹികമായ ഈ ഒരു ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. തീരപ്രദേശത്ത് താമസിച്ചിരുന്ന മാപ്പിള സഹോദരന്മാരെ ഉൾപ്രദേശത്തേക്ക് വിളിച്ചു വരുത്തുകയും അവർക്ക് വേണ്ട രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങളും ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാവിധ സൗകര്യങ്ങളും ഒത്താശകളും ചെയ്തു കൊടുത്തത് സയ്യിദ് ജിഫ്രിയും സയ്യിദ് ഹസൻ ജിഫ്രിയും മമ്പുറം പാലവിത്തങ്ങളും ഒക്കെയായിരുന്നു. അവരാരെയും ദീനിൽ നിർബന്ധിപ്പിച്ച് വരുത്തിയില്ല, അവരെ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് തന്നെയാണല്ലോ ഖുർആന്റെ പ്രഖ്യാപനം, ദീനിൽ ഒരു നിർബന്ധിപ്പിക്കലില്ല എന്നുള്ള ഖുർആന്റെ പ്രഖ്യാപനവും ഖുർആന്റെ വെളിച്ചവും ഹദീസിന്റെ വെളിച്ചത്തിലായിരുന്നു അവർ ഇവിടെ പ്രബോധന പ്രവർത്തനങ്ങളും എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു കൊടുത്തത്. അവരുടെ ഒരു മാതൃക നോക്കുമ്പോൾ അത് വെറും ഇസ്ലാമിനെ വ്യാപിക്കുക എന്നതിനപ്പുറം സാമൂഹികപരമായി വലിയ ഉന്നമനം കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി അവരുടെ പ്രബോധനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു മതസ്ഥരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് പോലും മുമ്പത്തെ നബിമാരുടെ ഒരു രീതി എന്ന പോലെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവർ വെറും പറഞ്ഞുകൊണ്ട് ആളുകളെ പറഞ്ഞ് നിർബന്ധിപ്പിക്കാതെ തങ്ങളുടെ രീതി കാണിച്ചു കൊടുത്ത് അതിലേക്ക് ആളുകളെ ആകർഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു രീതി, അവരുടെയൊക്കെ ഒരു മാതൃക ഇന്ന് എവിടെയോ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. ഹദർമൗത്ത് പോലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ഒരു ബഹുസ്വര സമൂഹത്തിലേക്ക് എത്തിക്കൊണ്ട് അവരവിടെ ഉണ്ടാക്കിയ വലിയൊരു വിപ്ലവമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും വിസ്മരിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്ന രൂപത്തിൽ പോലും സംസാരിക്കുന്ന ചില ആളുകളുണ്ട്. അവരൊക്കെ ഈ മാതൃക ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം കൂടിയാണ്. അവരിലേക്ക്
നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിപ്ലവമാണ്. ആ വിപ്ലവത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള അവരുടെ ഒരു ബാക്കിയായിക്കൊണ്ട് നമ്മൾ കാണുന്ന ഒന്നാണ് ഇന്ന് കേരളത്തിൽ നമ്മൾ കൊട്ടി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മതേതര ബഹുസ്വര സമൂഹത്തിന്റെ വലിയ അടയാളങ്ങൾ. നമ്മുടെ പ്രളയത്തിലും നമ്മുടെ കോവിഡ് കാലത്തും ഒക്കെ നമ്മൾ കാഴ്ചവെച്ചിട്ടുള്ള ആ ഒരു സാഹോദര്യ ബന്ധങ്ങൾ അത് കേരളത്തിൽ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന ഒരു കാര്യത്തിന്റെ പുറത്താണ് നമുക്ക് ഈ ചർച്ച നിർത്തേണ്ടതുള്ളത്. ഹളറമൗത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള മലബാറിലെ സയ്യിദുമാരും ബഹുസ്വര സമൂഹവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതെ, ഇതാണ് സയ്യിദുമാരും സൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രങ്ങളായി, നമ്മുടെ ഒരു ആശ്രിത കേന്ദ്രങ്ങളായി കേരളത്തെ അവർ സ്വാധീനിച്ചതിന്റെ ഒരു അടയാളപ്പെടുത്തൽ എന്ന് നമുക്ക് നടത്താം.